പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. കുറച്ച് മുന്നോട്ട് നമുക്ക് പോവാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദൂമയ എന്നിവിടങ്ങളിൽ നിന്നും, നിങ്ങൾ വായിച്ചോ, ജോർദാൻ്റെ മറുകര നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒതുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ചില പേരുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. യൂദ, ജെറുസലേം, ഇദൂമയ, ജോർദാൻ്റെ മറുകര, ടൈർ, സീദോൻ, ഈ കുറേ സ്ഥലങ്ങളുടെ പേര് പറയുകയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ജിയോഗ്രാഫിക്കലി നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ എളുപ്പമാണിത്. എവിടെ നിന്നെല്ലാം ആൾ വന്നെന്നറിയാമോ? നോർത്തിൽ നിന്ന് വന്നു, സൗത്തിൽ നിന്ന് വന്നു, ഈസ്റ്റിൽ നിന്ന് വന്നു, വെസ്റ്റിൽ നിന്ന് വന്നു. ജിയോഗ്രാഫിക്കലി ഇത് ഐഡൻറ്റിഫൈ ചെയ്താൽ 4 കോർണറുമാണിത്. അപ്പോൾ ഇവിടെ സുവിശേഷം പറയുകയാണ്, എല്ലായിടത്തു നിന്നും ആൾ വന്നു. തമിഴ്നാട്ടിൽ നിന്നും ആൾ വന്നു, മറ്റേ അങ്ങ് കാസർഗോഡ് ഭാഗത്തു നിന്നും ആൾ വന്നു, 4 സൈഡിൽ നിന്ന് വന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോയെക്കുറിച്ച് കേട്ട് 4 ദിക്കിൽ നിന്നും ആളുകൾ അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ്. എല്ലാ വശത്തു നിന്നും ആളുകൾ ഓടി വരികയാണ്. അത് സൂചനയാണ്, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന. പിന്നീട് കർത്താവ് പറയും, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അബ്രഹാമിൻ്റെ സന്തതികൾ വന്ന് സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ഇതെന്തിനാ പറയുന്നതെന്നറിയാം? ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിലൊരു ദാഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാനുഷികമായൊരു സംശയം, നമ്മൾ വിജാതീയരോടൊക്കെ സുവിശേഷം പറയാൻ പോയാൽ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള സംശയം, ഇവരിത് സ്വീകരിക്കുമോ? നമ്മളിത് പറയുമ്പോൾ അവരിത് സ്വീകരിക്കുമോ? അതിൻ്റെ ഉത്തരമാണിത്. അതായത് ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. കർത്താവ് പറഞ്ഞെന്തെന്നറിയാമോ? ഈ സകല ആളുകളും ആകർഷിക്കപ്പെട്ട് വരാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് പവർ യേശു എന്ന നാമത്തിൽ ഉണ്ട്, യേശു എന്ന വ്യക്തിയിലുണ്ട്. അതായത് എല്ലാവരെയും ആകർഷിക്കുന്ന എന്തോ ഒന്ന് യേശുവിലുണ്ട്. അതാണ് സുവിശേഷകൻ്റെ മനസ്സിൽ നിറയേണ്ട ഒന്നാമത്തെ കാര്യം. സുവിശേഷം പറയാൻ ലജ്ജിക്കേണ്ട. പൗലോസ് പറയാണ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. റോമർ 1:16. എന്താണ് കാരണം? അതിൻ്റെ കാരണം, അത് വിശ്വസിക്കുന്ന ഏവർക്കും, അത് യഹൂദനാവട്ടെ ഗ്രീക്കുകാരനാവട്ടെ, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇറ്റ് ഈസ് പവർ ഓഫ് ഗോഡ് ഇൻ ഓപ്പറേഷൻ, പവർ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതാണ് സുവിശേഷം. അപ്പോൾ നമ്മൾ സുവിശേഷം പറയാൻ, ഇപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള ആരോടെങ്കിലും, മീൻകാരനോട്, പച്ചക്കറി കൊണ്ടിരുന്നവരോട്, പത്രക്കാരനോട്, ആര് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പറേറ്ററോട്, എന്തോ ആട്ടെ, നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററോട്, ആരോടാണെങ്കിലും സുവിശേഷം പറയുമ്പോൾ, ജോലിക്ക് വരുന്ന, ഇവിടെ പണിക്ക് വരുന്ന ആളുകളോട് സുവിശേഷം പറയാൻ മടിക്കണ്ട. എന്താ കാരണം? അവരെ ആകർഷിക്കുന്ന ഒരാകർഷണ ശക്തി ഈ യേശു എന്ന നാമത്തിലുണ്ട്. പേടിക്കണ്ട, പറഞ്ഞോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയാം? ഈ സകലരും അവനിലേക്ക് വരും എന്നൊരു വാഗ്ദാനം ഉണ്ടല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും അവൻ്റെ നാമം പാടും. അങ്ങനൊരു വാഗ്ദാനമില്ലേ? ഇത് സകല മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈച്ച പൊതിയുന്നത് പോലെ അവനെ പൊതിയാൻ കാത്തു നിൽക്കുന്ന ആത്മാക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്ന ഒരു തിരിച്ചറിവിലാണ് നമ്മളിത് ഈ മിഷന് പോകുന്ന സമയത്ത് അത് കാണുന്നത് ശരിക്കും കാണും. നമുക്ക് ഈ ഒട്ടും അറിയാത്ത, കർത്താവിനെ അറിയാത്ത ആളുകളോട് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എവിടെയോ അവനെ ഇത് പിടിക്കും.
മനസ്സിലായില്ലേ? നമ്മൾ ഒരു തവണ, രണ്ടാമത്തെ തവണ പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ആദ്യം കേട്ടവരൊക്കെ നല്ല വിശ്വാസികളായിട്ട് നിൽക്കുകയാണ്. അത് പിടിക്കും. ഞാൻ ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഈ പാട്ട് പാടാനുമൊക്കെ വരുന്ന അവിടുത്തുകാരനൊരു പയ്യൻ, നോർത്ത് ഇന്ത്യയിലൊരു സ്ഥലത്തെ ഒരു പയ്യൻ, അവൻ്റെ അപ്പൻ വിശ്വാസിയല്ല. അപ്പോൾ ഇവനെന്നും വിഷമാണ്. അവൻ ആദ്യത്തെ തവണ ഞങ്ങൾ ചെന്ന സമയത്ത് ഇവൻ അപ്പനെ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അപ്പൻ അത് കേൾക്കാനൊന്നും വന്നില്ല. പക്ഷെ അവസാനത്തെ ദിവസമായപ്പോൾ ഇയാൾ ദൂരെ നിന്നൊക്കെ കേട്ടു. രണ്ടാമത്തെ തവണ വന്നപ്പോഴും ഫസ്റ്റ് ഡേ ഇവർ വിളിച്ചെങ്കിലും അദ്ദേഹം വന്നില്ല. സെക്കൻഡ് ഡേ ഇവർ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഞങ്ങൾ അവസാനത്തെ ദിവസം എന്തെന്നറിയാമോ, ഈ മനുഷ്യൻ 12 കിലോമീറ്റർ കാല് മുറിഞ്ഞ് വ്രണമാണ്, ആ മുറിഞ്ഞ കാലുമായിട്ട് സൈക്കിള് ചവിട്ടി അവിടെ വന്ന് സുവിശേഷം കേട്ടിട്ട് അവസാനം വന്ന് സാക്ഷ്യവും പറഞ്ഞിട്ട് പോയി. യേശു ഏകരക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മകന് സങ്കടമായിരുന്നു ഞാൻ അത് പറയും. ഞാൻ ഇപ്പോഴത്തെ പറയുകയാണ്, കർത്താവാണ് രക്ഷകൻ. അപ്പോൾ ഈ നമ്മളെ ആകർഷിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ സുവിശേഷത്തിൽ. അപ്പോൾ അതാണ് ഈ പറയുന്നത്, കർത്താവിനെക്കുറിച്ച് കേട്ടിട്ട് എല്ലായിടത്തു നിന്ന് ആളുകൾ ഓടിക്കൂടി. നോർത്തിൽ നിന്ന്, സൗത്തിൽ നിന്ന്, ഈസ്റ്റിൽ നിന്ന്, വെസ്റ്റിൽ നിന്ന്. അതാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ രോഗികളെല്ലാം അവനെ തൊടാൻ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ താക്കീത് നൽകി. ഇത് 3ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ അവൻ വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞിരുന്നു. എന്തിനാണ് ഈ വെളിപ്പെടുത്തരുതെന്ന് പറയുന്നത്? ഇപ്പം എന്താ വെളിപ്പെടുത്തരുതെന്ന് പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ മതി, പറഞ്ഞിട്ടില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോൾ പറയണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയണ്ട, അത്രേ ഉള്ളത്. എന്താ അങ്ങനെ പറയുന്നേ? കുറച്ചുകൂടെ പാകത വരാനുണ്ട്, കുറച്ചുകൂടെ നിനക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവിൽ വ്യക്തത വരാനുണ്ട്. ഇപ്പോൾ യേശുവിനെക്കുറിച്ച് എന്താ അറിയാവുന്നത്? ഇപ്പോൾ യേശുവിനെക്കുറിച്ച് ആളുകൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എന്താണ്? യേശുവിനെക്കുറിച്ച് അറിയാവുന്നത് അവൻ രോഗശാന്തി നൽകുന്നവനാണെന്നാണ്. പിശാചുകൾ അറിയാം, ഒരു ദൈവോത്തരനാണെന്നറിയാം. പക്ഷേ ഈ സ്റ്റേജിൽ പറഞ്ഞ ആളുകൾ മനസ്സിലാവില്ല. ദൈവോത്തരനാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. മരിച്ച് ഉയർത്ത് കഴിഞ്ഞിട്ടാണ് ഈ ദൈവപുത്രനായിരുന്നു ശതാധിപനൊക്കെ വിളിച്ച് പറയുന്നത് മരിച്ച് കിടക്കുന്ന കാണുമ്പോഴാണ്. അപ്പോൾ ഇത് ഉറയ്ക്കാൻ, ഇതിനകത്തൊരു മച്യൂരിറ്റി വരാൻ, ഇതിനകത്തൊരു പാകത വരാൻ ഇനി സമയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, ഈ സ്റ്റേജിൽ പറയരുത്. ഇപ്പോൾ പറയണ്ടെന്നാണ് പറയുന്നത്. പറയരുതെന്നല്ല, ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ ആരോടും വെളിപ്പെടുത്തരുത്. അതിനകത്ത് ഈ മെസ്സിയാനിക് സീക്രട്ട് എന്ന് നമ്മൾ ഇതിനകത്ത് പറയുന്നൊരു ഭാഗമാണ്. പോട്ടെ, അതൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വെളിപ്പെടുത്തണ്ട, കാരണം നിൻ്റെ അറിവ് കംപ്ലീറ്റ് അല്ല, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഭാഗം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് പോകണം. 13ാമത്തെ വാക്യം, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. എപ്പോഴും ഓർത്തോണം, കർത്താവിൻ്റെ പിന്നാലെയുള്ള യാത്ര, ശിഷ്യത്വം എന്ന് പറയുന്നത് മറ്റ് ജീവിത സാഹചര്യത്തിൽ നിന്ന്, മറ്റ് മനുഷ്യർ ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്കുള്ളൊരു ഉയർച്ചയാണ്. അപ്പം നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് പോലെ പറയാൻ പറ്റില്ല. അവർ പറയുന്ന തമാശകൾ നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറയുന്ന കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ പറ്റില്ല, അനുവാദമില്ല. മലമുകളിൽ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ കർത്താവ് ഈ താഴെ ചന്തയിൽ നിന്നോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കടൽ തീരത്ത് വെച്ച്, ചുങ്കസ്ഥലത്ത് വെച്ചൊക്കെ വിളിച്ച ആളുകളാണ്. പക്ഷെ അവരെ ശിഷ്യന്മാരാക്കി അഭിഷേകം ചെയ്യാൻ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സമയത്ത് മലമുകളിലേക്ക് കയറി എന്നാണ് പറയുന്നത്. മലമുകളിലേക്ക് പറഞ്ഞാൽ ഈ താഴത്തെ ആ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി. അപ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാവരെയും പോലെ ജീവിക്കേണ്ടവരല്ല.
ക്രിസ്ത്യാനികൾ ഒരിക്കലും ചിന്തിക്കരുത് അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. വചനം പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഗർഭിണിയായ ഒരു സ്ത്രീയോട് വീട്ടിലുള്ളവർക്ക് പറയില്ലേ, സന്ധ്യയ്ക്ക് ഇറങ്ങിപ്പോയി പേടിക്കൊന്നും ചെയ്യരുത്, ഭയപ്പെടുന്ന സ്ഥലത്തേക്കൊന്നും പോകരുത്. മനസ്സിലായി? സൂക്ഷിക്കണം, എല്ലാവരും ചെയ്യുന്നൊന്നും ചെയ്യരുത്. എന്താ കാര്യം? എല്ലാവരെയും പോലെ അല്ല നീ ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് നീ എല്ലാവരെയും പോലെ അല്ല. എല്ലാവരും ചാടുന്ന പോലെ നീ ചാടരുത്. നിൻ്റെ അകത്തൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് കർത്താവിനെ ഹൃദയത്തിൽ, കർത്താവാകെ നീ കുഞ്ഞിനെ ഗർഭം ധരിച്ച് കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾ എല്ലാവരെയും പോലെ പെരുമാറരുത്. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. എല്ലാവരെയും പോലെ ആർത്തി കാണിക്കരുത്. എല്ലാവരെയും പോലെ തിന്മയിൽ ഏർപ്പെടരുത്. അപ്പോൾ ലോകം കാണുന്നത് പോലെ. അപ്പോൾ അതാണ് ഈ മലമുകളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ. ഡിസൈപ്പിൾഷിപ്പ് ഓൾവേസ് സിഗ്നിഫൈസ് എ സെപ്പറേഷൻ ഫ്രം ദ വേൾഡ്. സെപ്പറേഷൻ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ. രണ്ടാമത്തേത്, മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. വിളിച്ചു ചെന്നു. വിളിക്കുമ്പോൾ ചെല്ലണം. അപ്പോഴാണ് നമ്മൾ അപ്പസ്തോലന്മാരായിട്ട് മാറുന്നത്. അപ്പോൾ എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ അവർക്ക് എന്ത് പേര് നൽകി? തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇത് 12 അപ്പസ്തോലന്മാരാണ്. ഈ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധികാരത്തോടെ അയക്കുന്ന ആളുകളാണ്, അധികാരം കൊടുത്ത് അയക്കുന്ന ആളുകളാണ്. അപ്പോൾ വിളിച്ചു. എന്തിനാ വിളിച്ചേ? തന്നോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ഇതിനയച്ചേ വിളിച്ചത്. 1 കൂടെ ആയിരിക്കാൻ, 2 പറഞ്ഞു വിടാൻ. രണ്ടും 2 വിപരീതമായ കാര്യങ്ങളല്ലേ. 1 കൂടെ എപ്പോഴും ഇരിക്കാൻ. കൂടിരിക്കാൻ ആഗ്രഹിച്ചാൽ ആരെങ്കിലും പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുമോ? അപ്പോൾ മക്കൾ നിൻ്റെ കൂടെ വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മക്കൾ നിൻ്റെ കൂടെ വേണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ മക്കളെ നീ നിൻ്റെ കൂടെ തന്നെ നിർത്തത്തില്ലേ? നീ ഇങ്ങനെ പറയാണ്, മക്കളെ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് നിങ്ങൾ ബോഡിക്ക് പോയി താമസിച്ച് പഠിച്ചോ എന്ന് പറയുമോ? പറയില്ല. രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. രണ്ടും ഒത്തുപോകുന്ന, ഒരു സമയത്ത് ഒത്തുപോകുന്ന കാര്യമില്ല. പക്ഷെ കർത്താവ് ഈ 2 കാര്യങ്ങളെ ഒരുമിച്ചാണ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നറിയാം, എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും, എന്നാൽ നമ്മളെപ്പോഴും കർത്താവിന് വേണ്ടി പോയി പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന കാര്യമാണ്. കുറച്ച് നാൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നു, പിന്നെ കുറച്ച് നാളായി പ്രവർത്തിച്ചു, അങ്ങനല്ല. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്ന കാര്യമാണ്. ഒന്ന് നമ്മളെപ്പോഴും അകത്ത് അവനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. 2 നമ്മളെപ്പോഴും അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥ ശിഷ്യൻ. അപ്പോൾ എവിടെങ്കിലും വെച്ച് ഈ കണക്ഷൻ മുറിഞ്ഞാൽ നമ്മൾ ശിഷ്യനല്ലാതായിട്ട് മാറും. കുറച്ച് നേരം പള്ളിയിരിക്കുന്ന സമയത്തൊക്കെ ശിഷ്യൻ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ശിഷ്യനല്ല. അങ്ങനല്ല. ഞായറാഴ്ച മാത്രം ശിഷ്യൻ, മൺഡേ ടു സാറ്റർഡേ ശിഷ്യനല്ല. അങ്ങനല്ല. യഥാർത്ഥ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മളെപ്പോഴും കണക്റ്റഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, എവിടെല്ലാം പോവും, പക്ഷേ ഈ കണക്ഷൻ അങ്ങനെ കിടക്കും. അതായത് നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ കണക്റ്റഡാണത്. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നൊന്നുമില്ല, പക്ഷെ കണക്റ്റഡായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിന് ഒന്നേന്ന് കണക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ട, കണക്റ്റഡാണ്, ഡൗൺലോഡ് ചെയ്താൽ മതി. കണക്റ്റഡാണ്. ഒരു അപ്ഡേറ്റ് വരുന്നെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് തിരക്കി പോകണ്ട, കാരണം കണക്റ്റഡാണ്. അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മെസ്സേജ് വരും, കോള് വരും. കണക്റ്റഡ് ആയോണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ. 2 അയക്കാൻ. ഈ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു 2 വചനങ്ങളൊന്ന് വായിക്കണം. കൂടെ ആയിരിക്കുന്നതിൻ്റെ, അതായത് എപ്പോഴും നമ്മൾ ഓർത്തോണം, നമുക്കൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളിലൊരു ശക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നാലേ പറ്റും. എങ്കിൽ ഈ ശക്തി വരും. ഞാൻ ഒരു വചനം വായിക്കാം. യോഹന്നാൻ 15:4 മുതൽ 7 വരെ. എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല.
ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം. നമ്മളിത് വായിച്ച് ഒത്തിരി അങ്ങ് വിട്ട് അകത്തോട്ട് രജിസ്റ്റർ ചെയ്യാത്ത വചനങ്ങളിൽ ഒന്നാണിത്. അതായത് എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നാലേ നമ്മളിൽ നിന്ന് ഫലം വരൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി വേറൊരു വാക്യം ഞാൻ വായിക്കാം. നമ്മളത് ശ്രദ്ധിക്കാതെ വായിച്ചു വിടുന്ന മറ്റൊരു വാക്യമാണ്. പക്ഷെ അതിനകത്തൊരു നല്ല സാധനം കിടപ്പുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 4-ന്റെ ആദ്യ ഭാഗത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സെൻഹദ്രിയൻ സംഘം പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച് മേലാൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്നും പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഭാഗമാണ്. അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ സമയത്ത് പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രസംഗിച്ചു. 8-ാമത്തെ വാക്യം. പ്രസംഗമൊന്നും ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഒരു വാക്യം വായിക്കാം. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവൻ ഇത് അറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അടുത്ത വാക്യം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. കണ്ടോ, ഈ പവർ വന്ന് എവിടെ നിന്നറിയോ? അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഈ ആളുകൾക്ക് ധൈര്യം. അപ്പോൾ അവർ പറയാണ്, അത് ഈ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. കാരണം നമുക്കറിയാം അവൻ്റെ ധൈര്യം. അവനെ ഇഞ്ചോടിഞ്ച് തല്ലി തകർത്തിട്ടും ഉരിയാടാതെ നിന്ന അവൻ്റെ ധൈര്യം ഈ ജെറുസലേമിലെ അധികാരികൾ കണ്ടതാണ്. അവർ പറയുകയാണ്, ആ ധൈര്യം, ആ ദൈവികമായ ധൈര്യം ഒരു കാലത്ത് പ്രദർശിപ്പിച്ച് നമ്മളെയൊക്കെ തോറ്റു തുന്നം പാടിച്ച് കളഞ്ഞ ആ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇവർ. കണ്ടോ, പവർ വന്ന് എവിടുന്ന? ഈ കൂടെ നിന്നത് എന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെ അയക്കുകയാണ്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന അയക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് അയക്കുന്നത്? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് പ്രസംഗിക്കാൻ, 2 പിശാചുകളെ പുറത്താക്കാൻ. പ്രസംഗിക്കുക, പിശാചുകളെ പുറത്താക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒറ്റ മിനിസ്ട്രിയേ ഉള്ളൂ സുവിശേഷകർക്ക്. എന്താ മിനിസ്ട്രി? ഡെലിവറൻസ്. ശരിക്കും ഡെലിവറൻസേ ഉള്ളൂ മിനിസ്ട്രി. ഡെലിവറൻസ് നടക്കുന്ന എങ്ങനെയാ? പ്രീച്ചിങ്, പ്രസംഗത്തിലൂടെ, അല്ലെ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ, അല്ലെ വചനം പ്രഘോഷിക്കുമ്പോൾ, അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുവിശേഷകന് ഒറ്റ ജോലിയേ ഉള്ളൂ, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അത് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് വചന പ്രഘോഷണത്തിലായിരിക്കും, ചിലപ്പോൾ കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ഉപദേശം കൊടുക്കുമ്പോഴായിരിക്കും, പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴായിരിക്കും, കുർബാന അർപ്പിക്കുമ്പോഴായിരിക്കും, കുമ്പസാരിക്കുമ്പോഴായിരിക്കും. പക്ഷെ ഒറ്റ മിനിസ്ട്രിയേ ഉള്ളൂ, നമ്മൾ പിശാച് പുറത്തു പോവുക, പരിശുദ്ധാത്മാവ് നിറയുക. അപ്പോൾ സുവിശേഷകരുടെ ജോലി എന്താണ്? നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിരിക്കണം. എന്താണ് നമ്മുടെ ജോലി? ഇവിടെയുള്ള ദേശത്തിൻ്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, തിന്മയെ ബന്ധിച്ച് ജനത്തെ വിടുവിക്കുക. അപ്പോസ്തലന്മാർ അങ്ങനെ പറയുന്നത്, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും വിമോചിപ്പിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു. അപ്പോൾ കണ്ടോ, മിനിസ്ട്രി പ്രീച്ചിങ്ങും കാസ്റ്റിംഗ് ഔട്ട് ഡീമൻസ്, പ്രസംഗിക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. ഇനി ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ മടുത്തില്ലെങ്കിൽ 1-2 കാര്യം കൂടെ പെട്ടെന്ന് പറയാം. അതായത് ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന വേറെ ഒരു ബ്യൂട്ടിഫുള്ളായ കാര്യം, നമ്മൾ ഈ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് മുഴുവൻ വായിക്കുമ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി ഉള്ളൊരു ഗ്രൂപ്പാണിത്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഒരു ധ്യാന ഗ്രൂപ്പിനെ, ഒരു ധ്യാന ടീമിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി എല്ലാം കൂടെ ഒത്തുപോകുന്നതന്നെയല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ. 12 സ്വഭാവമുള്ളതിനെ തിരഞ്ഞെടുക്കുമോ? ഒരിക്കലും. കാരണം ഇതെന്നും തലവേദനയായിരിക്കും. പക്ഷെ കർത്താവ് ചൂസ് ചെയ്യുന്നത് ഡൈവേഴ്സായ ഗ്രൂപ്പിനെയാണ്. നമുക്ക് വലിയൊരു പാഠമാണ് തരുന്നത്. എന്താണ്? നമുക്ക് വി മസ്റ്റ് ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മിനിസ്ട്രീസ്. അതായത് ഒരാൾ, ഇപ്പം ഞാൻ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുകയാണ് ലോകത്തുള്ള എല്ലാവരും ബൈബിള് പഠിപ്പിച്ചോണം. കണ്ടോ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പറച്ചിലല്ലത്. വേറൊരാൾ എന്താ ചെയ്യുന്നത്? പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയായിരിക്കും. അപ്പോൾ അയാൾ പറയുകയാണ് എല്ലാവരും പിശാചുകളെ ബഹിഷ്കരിച്ചോണം, വചനമൊന്നും ഒത്തിരി പറയണ്ട, പിശാചുകളെ ബഹിഷ്കരിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ഡൈവേഴ്സിറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല.
കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് ഏത് തരത്തിലും പ്രവർത്തിക്കാം. അത് ചിലപ്പോൾ നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഒരാളിലൂടെ ആയിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക രീതിയിലായിരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കണ്ടോ 12 ടൈപ്പാണ്. ഏതെങ്കിലും ഒരെണ്ണം ഒത്തുപോകുന്ന സാധനമുണ്ട് അതിനകത്ത്. പക്ഷേ പരിശുദ്ധാത്മാവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോയി, ഈശോ വരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോയി. പക്ഷേ പല ക്യാരക്ടറാണിത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ സൗന്ദര്യം, ദൈവരാജ്യത്തിൻ്റെ ബ്യൂട്ടി എന്താണ്? അതായത് പല തരത്തിലുള്ള ശുശ്രൂഷകൾ. ചിലർ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നു, ചിലർ രോഗികളെ ശുശ്രൂഷിക്കുന്നു, ചിലർ വചനം പറയുന്നു, ചിലർ ലോകത്തിൻ്റെ അതിർത്തികൾ പോയി മിഷനറി ജോലി ചെയ്യുന്നു, ചിലരെന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, ചിലർ പിന്നെ ആശുപത്രികളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നു, ചിലർ ടീച്ചിങ്ങിലൂടെ ശുശ്രൂഷ ചെയ്യുന്നു, ചിലർ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നു, ചിലർ രോഗശാന്തി കൊടുക്കുന്നു, ചിലർ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. ഈ ഡൈവേഴ്സിറ്റി അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ല നമ്മൾ പറയരുത് എല്ലാവരും ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തോണം, ബാക്കിയെല്ലാം തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഇവിടെ ഈ ഗ്രൂപ്പ്, ദിസ് ഈസ് എ ഡൈവേഴ്സ് ഗ്രൂപ്പ്. വേറെന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് ഈ ഓരോ പേരും പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ചില മനസ്സിലാക്കേണ്ട പേരുകളുണ്ട്, അത് ഞാൻ വേഗം പറയാം. ഒന്ന്, പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ. പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവം മാറ്റുക, ഉത്തരവാദിത്വം മാറ്റുക, ദൗത്യം മാറ്റുക എന്നൊക്കെയാണ് ബൈബിളിലെ അർത്ഥം. പേര് മാറ്റിയാൽ ദൈവം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാറ്റുകയാണ്. മനസ്സിലായി? അബ്രാമിനെ അബ്രാഹമാക്കി, സാറായിയെ സാറായാക്കി, അങ്ങനെ പേര് മാറ്റി. യാക്കോബിനെ ഇസ്രായേലാക്കി. അങ്ങനെ പേര് മാറ്റുമ്പോൾ ഉത്തരവാദിത്വം, റോള് മാറുകയാണ്. അപ്പോൾ ഒരു പേര് അവരെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതൊന്ന് സൂക്ഷിച്ച് കേട്ടെ. ഒരു പേര് ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പേരിടുമ്പോൾ നല്ല പ്രാർത്ഥിച്ച് പേരിടണം. മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് ഡാനിയേൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ പേര്. എന്നാൽ ഇതൊരു അപ്പച്ചന്മാരുടെ പേരാ എന്നാണ് എൻ്റെ തല കിടന്നൊരു ധാരണ. അപ്പം ഞാൻ ഈ ആദ്യ നാടുകളിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഒന്നാമത് ഈ പേരങ്ങനെ അധികം പേർക്കില്ല. അപ്പം ഞാൻ ഈ പോകുന്ന സമയത്ത് പിന്നെ ഡാനിയേൽ എന്ന് പേരുള്ള ആളുകളുണ്ട്, അവരൊന്നും ആ പേര് ഉപയോഗിക്കാതെ വേറെ മറ്റ് അവരുടെ നല്ല പ്രറ്റി നെയിംസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം സുവിശേഷ വേലയ്ക്ക് പിന്നെ കൺവെൻഷനൊക്കെ ഈ പള്ളിയിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഡാനിയേൽ, ഫാദർ ഡാനിയേൽ, അവരൊരു അപ്പച്ചനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു പ്രായമുള്ളൊരു ചേട്ടൻ ഒരു അച്ഛൻ വരുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം എനിക്കത് ഒരു ഈ പേരെനിക്ക് അങ്ങോട്ടൊരു സുഖമില്ല. ഡാനിയേൽ. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഒരു അല്പം കൂടി വിവേകം കാണിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഒരു കുറച്ചുകൂടെ വെച്ചൊരു വിവേകത്തോടുകൂടി പെരുമാറേണ്ടതായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നോ അതിന് ഏറ്റവും ആപ്റ്റായ പേരാണിത്. നമ്മൾ ഈ ബൈബിളിനകത്ത് നിന്ന്, ഈ പ്രവചനത്തിനകത്ത് നിന്ന് വെളിപ്പെടുത്തലുകൾ കണ്ടുപിടിച്ച് ആളുകളോട് പറയുന്നൊരു ശുശ്രൂഷയാണ് നമ്മുടെ ശുശ്രൂഷ. അതിന് ഏറ്റവും പറ്റിയ പേരിതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാത്രമല്ല ആരെന്നോട് അച്ഛാ എന്നാ പേരാ കൊച്ചിനിടണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഡാനിയേൽ എന്ന് ഇട്ടുള്ളൂ എന്ന് പറയും. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലോകത്തുള്ള സകല മനുഷ്യർക്കും ഡാനിയേൽ എന്ന് പേരിടാൻ പറഞ്ഞു കൊടുക്കരുത് ദയവ് ചെയ്ത്, കാരണം എൻ്റെ കൊച്ചിൻ്റെ പേര് ഡാനിയേൽ, എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ പേര് ഡാനിയേൽ, ദയവ് ചെയ്ത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഒരിക്കൽ പറഞ്ഞു. അല്ല പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ പേരും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും തമ്മിലൊരു കണക്ഷനുണ്ട്. മനസ്സിലായോ? ഇപ്പം നിനക്ക് ദാവീദ് എന്ന പേരിട്ടിരിക്കുന്നത് അതിന് കാരണം നീ ദൈവത്തെ പാടി ആരാധിക്കാനുള്ള ആളാണ്. അതുകൊണ്ടാണ് നിനക്ക് ദാവീദ് എന്ന് പേരിട്ടെ. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്ത് പേരിടുമ്പോൾ. അപ്പോൾ ക്രിസ്തീയ മാതാപിതാക്കന്മാർ ഇനി ഉഴപ്പരുത്. പേരിടുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ അപ്പൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമൊക്കെ, മറിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവ് എന്നാ പേരാ ഇടണ്ടേ? മാറിവാനീസ് പിതാവ് സന്യാസ സമൂഹം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു കർത്താവിനോട്, കർത്താവെ ഞാൻ എന്ത് പേരിടണം? അങ്ങനെ പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ ബഥാനിയായിലെ ലാസറിൻ്റെ വീട്ടിൽ കർത്താവ് പോകുന്ന ഭാഗം കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം ബഥനി സന്യാസ സമൂഹം എന്ന് പേരിട്ടത്. അദ്ദേഹം അതിനെക്കുറിച്ച് ഒത്തിരി പറയുക എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ആ പേര്, അതിനേക്കാളും നല്ലൊരു പേര് അതിന് കിട്ടാനില്ല.
അപ്പോൾ കർത്താവ് പേര് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പത്രോസ്, പാറ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. നോക്ക്, അത് എന്തൊരു കൂറ്റൻ പാറയായിരുന്നു. 2000 വർഷമായിട്ടും എത്രയോ കൊടുങ്കാറ്റുകൾ, വേലിയേറ്റങ്ങൾ, ചുഴികൾ, എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ, പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, അതിനൊന്നും തവിട് പൊടിയാക്കാൻ പറ്റാത്ത ഒരു മഹാപർവ്വതമായിട്ട് അതങ്ങ് നിന്നു 2000 വർഷമായിട്ട്. പാറ, പാറ. പിന്നെ ഈ മറ്റപ്പോസ്തലന്മാർ എന്തെന്നറിയാം, ഈ ഈശോ 2 അപ്പോസ്തലന്മാരെ, യാക്കോബിനെയും യോഹന്നാനെയും, അവരെ എന്താണ്, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ, സൺസ് ഓഫ് തണ്ടർ. അതെന്തിനായിരിക്കും അങ്ങനെ പേരിട്ടെ? ഈശോ ഇട്ട പേരായിരിക്കും കേട്ടോ. അങ്ങനെ അവരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നാണ്. മനസ്സിലായോ? ബോംബെന്നൊക്കെ വിളിക്കുന്ന പോലെ. അല്ലെങ്കിൽ ഇടി. കർത്താവ് എന്തിനൊക്കെ അങ്ങനെ വിളിച്ചേ? സ്വഭാവം അങ്ങനത്തെ ആയിരിക്കും. മനസ്സിലായില്ലേ? എന്തുണ്ടെങ്കിലും പെട്ടെന്ന് കയറി ചാടി അടിക്കടാ കൊല്ലടാ എന്നൊക്കെ പറയുന്നത് അല്ലേ? തീ ഇറങ്ങി കൊല്ലട്ടെ എന്നൊക്കെ പറയുന്നില്ലേ യോഹന്നാൻ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇടിമുഴക്കത്തിൻ്റെ ഇരിക്കട്ടെ, നിങ്ങളുടെ പേരിനി ഇടിമുഴക്കത്തിൻ്റെ ബോവനർഗസ്. അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് ഇരുന്ന് ധ്യാനിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ഇവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്ത് കാണില്ലേ കർത്താവ്. കുറച്ച് പേര് തീവ്രവാദികൾ, കുറച്ച് പേര് മിതവാദികൾ, കുറച്ച് പേര് ഇപ്പോൾ വാളെടുത്ത് ഇപ്പം തന്നെ വെട്ടാമെന്ന് പറയുന്ന ആളുകൾ, ചിലർ വെള്ളം കണ്ട അപ്പോഴേ ചാടുന്നവർ. എന്നാലോചിച്ച് നോക്ക്, ഇതിനെ കൊണ്ടൊക്കെ ഒരു ധ്യാനത്തിന് പോകാൻ പറ്റൂ? പിന്നെ കൈ കഴുകാതിരുന്ന് ഭക്ഷണം കഴിക്കുക, പോകുന്ന വഴിക്ക് അപ്പുറത്തവൻ്റെ മാങ്ങ പറിക്കുക, പല ടൈപ്പുകളായിരുന്നു. ചിലരെപ്പോഴും ഇങ്ങനെ കൊന്തയും ചൊല്ലിയിരിക്കുക. ഓക്കെ. പിന്നെ ബർത്തലോമിയ, അന്ത്രയോസ് അറിയാലോ, അന്ത്രയോസ് ആദ്യം വിളിച്ച ശിശുമാരുടെ ഒരാളാണ്. ഫിലിപ്പോസ് അറിയാം. ബർത്തലോമിയ ഉണ്ടല്ലോ, ആരെന്നറിയാമോ? ഈ ബർത്തലോമിയ നഥാനിയേൽ എന്ന് പറഞ്ഞ ഒരാളെ ഓർക്കുന്നുണ്ടോ? നഥാനിയേൽ, ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. ആ നഥാനിയേലാണ് ബർത്തലോമിയ. ഓക്കെ. ഇനി ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ് മത്തായിയുടെ ബ്രദറായിരുന്നെന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ ബ്രദറാണെന്ന് ഒരു ട്രഡീഷൻ, പാരമ്പര്യമുണ്ട്. നമ്മുടെ ഈ ലേവിയില്ലേ, ലേവിയുടെ ബ്രദറായിരുന്നു ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സഹോദരൻ യൂദാസ്, ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഇപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോഴും ശിഷ്യന്മാരാണ്. കർത്താവെ, അങ്ങയുടെ കൂടെ ആയിരിക്കാനും അങ്ങയോട് ആഴമായൊരു ബന്ധം സ്ഥാപിക്കാനും ഐക്യപ്പെടാനും അവിടുന്ന് ഞങ്ങളെ സുവിശേഷം പ്രഘോഷിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും കർത്താവെ അങ്ങ് അയച്ചു. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഉയർന്ന ഒരു ജീവിത നിലവാരമാണ്. അതിനാവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.